സാമാന്യ ബോധം, മര്യാദ എന്നതൊക്കെ ഒരു പൊതുപ്രവർത്തകന് അനിവാര്യമായ കാര്യങ്ങളാണ്. തിരഞ്ഞെടുപ്പ് ഫലത്തിൽ വെളിവ് നഷ്ടപ്പെട്ടു പോകുന്ന നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഏത് പാർട്ടിയായാലും ജനങ്ങളിൽ നിന്ന് അകറ്റുകയുള്ളൂ. ഉദാഹരണം 1. കോഴിക്കോട് ഭീഷണി പ്രസംഗം നടത്തിയത് CPM നേതാവാണ്. പ്രകോപനം തുടർന്നാൽ ഫറൂഖിൽ മുസ്ലിം ലീഗിന് കരിദിനം ആചരിക്കേണ്ടി വരുമെന്നാണ് CPM ബേപ്പൂർ ഏരിയ കമ്മിറ്റി അംഗമായ സമീഷിന്റെ മുന്നറിയിപ്പ്. പാർട്ടി ചിഹ്നമായ അരിവാൾ കൊണ്ട് വേറെ ചില പണികളും അറിയാമത്രേ. CPIയും ഈ കരുവന്തിരുത്തി പ്രദേശത്തും ഫറൂഖിലും സമാധാനം കാത്തു സൂക്ഷിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം മാത്രം ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ളത്. ഇനിയും ഞങ്ങളെ പ്രവർത്തകർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം നിങ്ങൾ സൃഷ്ടിച്ചാൽ നാളെ ഇവിടെ മുസ്ലിം ലീഗ് കരിദിനം ആചരിക്കേണ്ടി വരും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഞങ്ങൾക്ക് അരിവാൾ കൊണ്ടും ചില പരിപാടി അറിയാം. അത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവസരം മുസ്ലിം ലീഗുകാരനായിട്ടുണ്ടാക്കരുത്. നിങ്ങൾ 4 വാർഡ് ജയിച്ചെന്നത് കൊണ്ട് CPMകാരെ കൊടിമടക്കി വീട്ടിലിരിക്കണമെന്ന് തിട്ടൂരമറക്കാൻ നീ ആരാടാ? ലീഗ് ആരാണ്ട? ലീഗ് ചെറുവരലണിക്ക നിങ്ങളെ വീട്ടിൽ കയറി നരങ്ങും ഞങ്ങള്. ആ ഒരു അവസ്ഥ നിങ്ങളിവിടെ ഉണ്ടാക്കരുത്. CPM വാക്കുകൾ കയ്യിൽ നിന്ന് പോയപ്പോൾ സമീഷിന്റെ തിരുത്തു വരുന്നുണ്ട്. തിരുത്താൻ എളുപ്പമാണല്ലോ. ലീഗ് പ്രവർത്തകർ വ്യാപകമായി അക്രമം അഴിച്ചുവിടുകയാണ്. അതിനെ പ്രതിരോധിക്കുമെന്നാണ് പ്രസംഗത്തിലൂടെ ഉദ്ദേശിച്ചതെന്നാണ് സമീഷിന്റെ വിശദീകരണം. പക്ഷേ കേവലം 4 ആളുകൾ മാത്രം വീടുകൾക്കകത്തേക്ക് വന്നു. അവിടെ നിന്ന് സ്ഫോടക വസ്തു വീടിന് നേരെ എറിയുന്നു. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യമാണ് വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത്. അവരെ അപായപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ്. അതുമാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറിയെ പ്രദേശത്തിനകത്ത് താമസിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് മുസ്ലിം ലീഗ്. അത്തരത്തിൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് പ്രതിരോധം തീർക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. അക്രമങ്ങൾ നടത്തുന്നവർ എപ്പോഴും പറയുന്ന ന്യായീകരണമാണ് ആദ്യം പറയുന്നത്, പ്രതിരോധം തീർക്കുക എന്ന്. ഇനി ഉദാഹരണം 2, മലപ്പുറത്തേക്ക് പോകാം. അവിടെ വനിതാ ലീഗിനെതിരെ അധിക്ഷേപവുമായി എത്തിയത് LDF സ്ഥാനാർത്ഥിയാണ്. വോട്ടിന് വേണ്ടി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ കാഴ്ചവെക്കരുത് എന്നാണ് പരാമർശം. മലപ്പുറം തെന്നല പഞ്ചായത്തിൽ വിജയിച്ച LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി KV മജീദിന്റേതാണ് ഈ വിവാദ പ്രസംഗം. കല്യാണം കഴിക്കുമ്പോ തറവാട് നോക്കുന്നത് എന്തിനാണെന്നറിയോ? ഇത്രയും കാര്യങ്ങൾക്കൊക്കെയാണ് തറവാട് നോക്കുന്നത്. അന്യ ആണുങ്ങളെ മുമ്പിൽ പോയി നിസ്സാര ഒരു വോട്ടിന് വേണ്ടി സയ്യിദ് അലി മജീദിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അന്യ കുടുംബത്തിൽ നിന്ന് കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പെടുത്തുകയാണ്. മജീദും സോഷ്യൽ മീഡിയയിലെ ക്ഷമാപണവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ അടുപ്പമുള്ളവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം, അത് ശരിയോ തെറ്റോ എന്ന്. ഇനി ഉദാഹരണം 3. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ശബ്ദങ്ങളിലും കേട്ടത് ഇടതുപാളയത്തിൽ നിന്നുള്ള ഭീഷണികളാണെങ്കിൽ ഇത് അടുത്തത് ലീഗിൽ നിന്നാണ്. മലപ്പുറം വളാഞ്ചേരിയിൽ കൊലവിളി പ്രസംഗം നടത്തിയിരിക്കുകയാണ് യൂത്ത് ലീഗിന്റെ പ്രാദേശിക നേതാവ്. മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നേരെ കൈയോങ്ങിയാൽ ആ കൈകൾ വെട്ടിമാറ്റുമെന്നാണ് വളാഞ്ചേരി നഗരസഭ മുൻ കൗൺസിലർ കൂടിയായ ഷിഹാബുദ്ദീന്റെ വെല്ലുവിളി. നമ്മുടെ പ്രവർത്തകരുടെ നേരെ കൈയോങ്ങാൻ വന്നിട്ടുണ്ട്. വന്നവരുടെ കൈയെല്ലാം വെട്ടിമാറ്റി. മുസ്ലിം ലീഗാണ് ഈ പറയുന്നത്, UDFന്റെ പ്രവർത്തകരാണ് പറയുന്നത്. ഞങ്ങളുടെ KMCCയുടെ നേതാവ് ഇബ്രാഹിം കുട്ടിയെ തച്ചവരെ ഞങ്ങൾ തിരിച്ചതല്ലാതെ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോവുകയില്ല എന്ന് ഉദ്ദേശം മുദ്രിച്ചുകൊണ്ട് ഈ പ്രവർത്തകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ കയറി നിങ്ങളുടെ കാലിന്റെ കണ്ണി തച്ച് മുറിച്ചിട്ടല്ലാതെ ഈ പ്രസ്ഥാനം പിന്നോട്ട് പോവുകയില്ല എന്ന് ഇവിടെയുള്ള നാരികളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, എല്ലാവരുടെയും പേരെടുത്ത് ഞങ്ങൾ പറയും. ആർക്കെങ്കിലും പറയാൻ ചങ്കൂറ്റമുള്ള ഒറ്റത്തന്തയ്ക്ക് പിറന്നവരുണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ മാറുന്ന കാലം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, കരുതുന്നുണ്ടോ? ഒരിക്കലും സാധ്യമല്ല. കാരണം വെട്ടാനും കുത്താനും തെറി പറയാനും അധിക്ഷേപിക്കാനും ഒക്കെ രാഷ്ട്രീയ തണലുണ്ടാകുമ്പോൾ ഇത്തരക്കാർ അത് നിർബാധം തുടരും. നിയമ സംവിധാനങ്ങൾ അതിനൊരു തടയിടാനെങ്കിലും ശ്രമിച്ചാൽ അത്രയും നല്ലത്.